നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ആക്കി വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോക്സോ കേസുകളൊക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസുകളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അവർ എന്തൊക്കെയാണ് കാണുന്നത്, ആർക്കൊക്കെയാണ് മെസ്സേജുകൾ അയക്കുന്നത്, അവരാരെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേപോലുള്ള കേസുകളിൽ നമ്മുടെ കുട്ടികൾ ഇരയാകാനും പ്രതികളാകാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ആർക്കൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്, അവരെന്തൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്, അവരാരെയൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, അവരെത്തരത്തിലുള്ള റീൽസുകളാണ് കാണുന്നത്, ഇതെല്ലാം തന്നെ കാണാനും വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യാനും ഈ ഒരു ഒറ്റ സെറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ബട്ട് അതിനു മുമ്പ് ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുകൾ എല്ലാ ദിവസവും നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇതിനുവേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിയുമ്പോൾ ഫോർ ഫാമിലീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ്റെ അണ്ടറിലായിട്ട് ഫാമിലി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഫാമിലി സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻവൈറ്റ് യുവർ ടീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ യൂസർ നെയിം സെർച്ച് ചെയ്തിട്ട് ആ ഒരു കുട്ടിയെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം ഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മുടെ കുട്ടികളെ ഒരു പരിധി വരെ ഈ ഒരു സെറ്റിംഗ്സിലൂടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനും മറക്കണ്ട.